السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. آدي പാടച്ചു വെച്ച മുഹമ്മദ ബദറിലും ബാദറിലെങ്കിലും നോരെ കാണുവാൻ വിധിയേകല്ലാ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു والسلام عليك يا حبيب الله. الحمد لله الصلاة والسلام على النبي المصطفى وسيد الكونين المجتبى وعلى آله أهل الصدق والوفاء. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനവും സ്നേഹവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു വെള്ളിയാഴ്ച കൂടെ നമുക്ക് ആയുസ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓസ്കാന മലിയ എന്ന് പറയുന്ന സൗത്ത് ഉക്രൈനിലെ ഒരു പെൺകുട്ടി, അവർ ഒരു കാടിൻ്റെ പരിസരത്താണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. ആരുമില്ലാതെ വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ട് നായ്ക്കളുടെ കൂടെയാണ് അവർ വളർന്നത്. നായ്ക്കുട്ടികളുടെ കൂടെയാണ് അവർ വളർന്നത്. ഒരാരുമില്ല, വനാന്തര ഭാഗമാണ്. 16 വയസ്സ് പ്രായമെത്തിയപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോള് വന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടി നായയെ പോലെ ജീവിക്കുന്നുണ്ട് എന്ന്. പ്രവർത്തകർ പോയി, ശിശുക്ഷേമ വകുപ്പിന്റെ പ്രവർത്തകർ ചെന്ന് അന്വേഷിക്കുമ്പോൾ 2 കൈയും നിലത്തുകുത്തി നായയെ പോലെ പെരുമാറുന്ന ഓസ്കാന മലിയ എന്ന കുട്ടിയാണ് കാണുന്നത്. അവർ ജീവിച്ചത് മുഴുവനും നായികളുടെ കൂടെയാണ്. അവർക്ക് ട്രെയിനിങ് കൊടുത്തതും അവരെ കൊണ്ടുവന്നതുമായ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കുട്ടിയുടെ വിചാരം ഞാനൊരു നായയാണ് എന്നുള്ളതാണ്. നമ്മൾ അറിവും വിശ്വാസവും എന്നുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് അറിവും വിശ്വാസവുമാണ്. ഈ പെൺകുട്ടി വിചാരിക്കുന്നത് അതിന്റെ കൂടെയുള്ളതൊക്കെ നായയാണ്, അപ്പൊ ഞാനും നായയാണ് എന്ന് കരുതി താനൊരു മനുഷ്യനാണ് എന്ന് പോലും അറിയാതെ, വസ്ത്രം ധരിക്കാതെ നായയെ പോലെ ബിഹേവ് ചെയ്യുന്ന, പെരുമാറുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ അതിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം ഇതിന്റെ പ്രവർത്തികൾ മുഴുവനും ഒരു നായയെ പോലെയാണ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യമായി പുലരുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണോ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ എന്നെ കുറിച്ചും ഒന്ന് ആലോചിക്കുക. എന്താണ് നമ്മൾ നമ്മളെ കുറിച്ച് വിശ്വസിക്കുന്നത്? ആത്യന്തികമായി പ്രധാനപ്പെട്ട ഒരു വിഷയം, സർവ ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹിമയാർന്ന ഉന്നതമായ മാലാഖമാരേക്കാൾ വിശിഷ്ടരായ പവിത്രതയുള്ള ഒരു വിഭാഗമാണ് ഞാൻ, മനുഷ്യവർഗമെന്ന ഞാൻ ശ്രേഷ്ഠതയുള്ള
ഒരു വിഭാഗമാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ജനിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം ഉത്കൃഷ്ടമായി മാറും, മഹത്വമുള്ളതായി മാറും. മനുഷ്യൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ സൃഷ്ടികളാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലക്കിനേക്കാൾ നമുക്ക് ഉയരാൻ സാധിക്കും. ഒരുപാട് ക്വാളിറ്റി ഉള്ളവരാണ് നമ്മൾ നിസ്സാരരല്ല. അഥവാ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. നമ്മൾ പരിശുദ്ധരാണ് എന്ന ബോധം അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുമ്പോൾ, നിലനിൽക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ സ്വാഭാവികമായി നല്ലതായി മാറും. ഇല്ലേ? നല്ല വലിയ ക്വാളിറ്റിയുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികൾ, അവർക്കൊരു ബോധം ഉണ്ടാവും, ഞങ്ങളുടെ ഫാമിലി നല്ല ഒരു ക്വാളിറ്റിയുള്ള കൾച്ചറുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അതിനനുസരിച്ചാണ് അവരെടുത്തുന്ന ബിഹേവിയർ പ്രകടമാവുക. എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും കാണുമ്പോഴേക്ക് ആ കുടുംബക്കാർ പറയും, എന്റെ കുടുംബം ഏതാന്ന് എനിക്കറിയോ, അല്ലേ? ഒരു സയ്യിദ് ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു ബോധം ഉണ്ടാവും, ഞാൻ ഒരു സയ്യിദ് ഫാമിലിയാണ്, ഞാൻ എങ്ങനെയാണ് നടക്കേണ്ടത്. ഒരു മന്ത്രിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ബോധം ഉണ്ടാവും. ഏത് കുടുംബമാണ്, ആ കുടുംബത്തിന് എന്തൊരു സ്വഭാവവും കൾച്ചറുമാണോ ഉള്ളതെങ്കിൽ അത് കുട്ടികളിൽ ഉണ്ടാകുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സാരം. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നുള്ള വിശ്വാസവും വെറും സൃഷ്ടികളല്ല, മഹത്വരമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ സ്വഭാവമുള്ള ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയും ഉമ്മത്തുമാണ് എന്ന വിചാരം നമ്മെ സർവശ്രേഷ്ഠരാക്കും. നമ്മുടെ പെരുമാറ്റങ്ങൾ നന്നാക്കും. ഇത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഈ വിശ്വാസത്തെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഒരാൾ എന്നെ കൊണ്ടൊന്നും ആവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഒരാൾക്കുള്ളതെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ആവുമാറ്. എനിക്കിപ്പോ പ്രായം കുറയായി, ഇനി ഇങ്ങനെയൊക്കെ കണ്ട് പോവുള്ളൂ എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അയാൾ ഉണ്ടാവുക. ഞാൻ പാവപ്പെട്ട ഒരു കുടുംബമാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കൂല എന്ന വിചാരമാണോ നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. എനിക്ക് പ്രായം കുറയായി, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഒരുപാട് പരിമിതികളെ കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരുപാട് പരിമിതികൾ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കൂല. നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തികളോ നല്ല മഹത്വരമായ പ്രവർത്തനങ്ങളോ നമ്മളിൽ നിന്ന് ഉണ്ടാവില്ല, നമുക്ക് കാഴ്ചവെക്കാൻ കഴിയൂല. വിദ്യാഭ്യാസപരമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ സാമൂഹികമായോ ഒന്നും വളരാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് നമ്മുടെ വിശ്വാസങ്ങളിൽ താഴുമ്പോഴാണ്. ഞാൻ രോഗിയാണ് എന്ന വിശ്വാസം എപ്പോഴും നിങ്ങൾക്കുണ്ടാകുമ്പോൾ നമ്മുടെ നടത്തവും നമ്മുടെ ജീവിതവും ഒക്കെ അതായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് സമയവും എന്നെ കൊണ്ടെല്ലാം സാധിക്കും, ഞാൻ അള്ളാഹുവിന്റെ ഉന്നതനായ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസം വരണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഉത്ബോധനങ്ങൾ നടത്തുന്നത്. വിശ്വാസികളിലേക്ക് പ്രവാചകന്മാർ തുടങ്ങിയ ഒരു ശൈലിയാണ് ഈ ഉത്ബോധനം. അത് സ്വയത്തെ ഉത്ബോധിപ്പിക്കുന്നു, സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മൾ നിസ്സാരമായി ജീവിക്കുമ്പോൾ, നായയെ പോലെ ജീവിക്കുമ്പോൾ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന ആയത്തിന്റെ സാക്ഷ്യം പോലെ ഉന്നതരായ മനുഷ്യർ പിന്നീട് അകപ്പതിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ പോകുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുക, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ ഇങ്ങനെ പെരുമാറേണ്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന, ബോധനം നൽകുന്ന വഴികളാണ് ഓരോ ഘട്ടങ്ങളിലും ഓരോ വിശ്വാസിക്ക് ജുമാഅകളിലൂടെയായും അല്ലാതെയായും നൽകിക്കൊണ്ടിരിക്കുന്നത്, ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു 60,000-ലധികം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ജുമാഅക്ക് ഇവിടെ ഇരുന്നത് മുതൽ എത്രയോ ആയിരക്കണക്കിന് ചിന്തകൾ നിങ്ങൾ അറിയാതെ വരുന്നുണ്ട്. എങ്ങനെയാണിത് വരുന്നത്, എന്താണിത് സാധനം, എങ്ങനെയാണിത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരു മനുഷ്യരും ഇത് കാണില്ല. നിങ്ങളുടെ ഉള്ളിലൂടെ, തലയിലൂടെ സഞ്ചരിക്കുന്ന ചിന്തകൾ എങ്ങനെ അത് വരുന്നു, അല്ലേ? ഒരാളെ കാണുമ്പോൾ അപ്പൊ നമുക്ക് മുമ്പിങ്ങനെ നടന്നു വരികയാണെങ്കിൽ മുമ്പരെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തെങ്കിലും ഒരു സാധനം ചിന്തയിൽ വരും. അപ്പൊ നിങ്ങളുടെയൊക്കെ തലയിലുണ്ടാവും ഒരു ചിന്ത ഉണ്ടാവും. ഈ ചിന്ത 60,000-ലധികം ചിന്തകൾ ഒരു ദിവസം വരും. അതിൽ ഭൂരിപക്ഷം ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ വിശ്വാസം. ആ ഭൂരിപക്ഷം ചിന്തകൾ എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാവുക. ഭൂരിപക്ഷ ചിന്തകളും മോശപ്പെട്ട ചിന്തകളാണ്. എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്, ഏതെങ്കിലും ആളുകളെ കുറിച്ചുള്ള ചിന്തകളാണ്.
ആർക്കെങ്കിലും പ്രതികാരം ചെയ്യാനുള്ള ചിന്തകളാണ്. ഇങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങൾ, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ്. മാത്രമല്ല, അന്നത്തെ ദിവസത്തിലെ ചിന്തകൾ മോശമായത് കാരണം നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫിനെ അത് ബാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന സുപ്രധാനമായ ഒരു പോയിന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സംഗതിയുടെ വിശദീകരണം, അഥവാ മനുഷ്യൻ ഉന്നത ശ്രേഷ്ഠരാണ് എന്നുള്ളത് വിശദീകരിക്കുക കൂടിയാണ് അടുത്ത പോയിന്റിലൂടെ ചെയ്യുന്നത്. ഓരോ മനുഷ്യനിലേക്കും ഒരു സ്പിരിച്വൽ കോഡ് അഥവാ ആത്മീയമായ ഒരു കണക്ഷൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, പഠന വിഷയമായ ഒരു ഗഹനമായ ഒരു വിഷയമാണ്. നമ്മൾ ഉന്നതനാണെന്ന് നമ്മൾ പറഞ്ഞു, മനുഷ്യർ സംഭവമാണ്. എങ്ങനെ സംഭവമാണ്? അള്ളാഹുവിൽ നിന്നുള്ള, ഈ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ഒരു സ്പിരിച്വൽ കോഡ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഒരു കേബിൾ വയർ എന്ന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയാം, ഓരോ മനുഷ്യനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കേബിൾ കണക്ഷൻ ഓരോ മനുഷ്യനിലേക്കും, സ്പിരിച്വൽ കോഡ് എന്നാണ് ആത്മീയ ഭാഷയിൽ അതിനെ നവീകരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുക. ഒരു ആത്മീയ വയർ നമ്മുടെയൊക്കെ തലയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് കണക്റ്റഡ് ആണ്. ആ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ, അതിലൂടെയുള്ള സർക്യൂട്ട്, അതിലൂടെ കറണ്ട് പാസിംഗ് ഓക്കെ ആണെങ്കിൽ, അയാളുടെ ലൈഫിൽ, ജീവിതത്തിൽ നിഅമത്തുകളും ബർക്കത്തുകളും ധാരാളമായി വന്നുകൊണ്ടേയിരിക്കും. ഒരാളുടെ ആത്മീയ കണക്ഷൻ അത് ഓക്കെയാണ്. ചിലരത് സ്ട്രോങ് ആയിരിക്കും, ചിലത് പവർഫുൾ ആയിരിക്കും, ചിലത് നേരിയ വോൾട്ടേജിലാണ് വരിക. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ, ആ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ, അയാളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും സമൃദ്ധിയും സൗഭാഗ്യങ്ങളും എല്ലാം വരും. പുറത്തുള്ള പ്രയാസങ്ങളായാലും അല്ലെങ്കിലും അയാളുടെ മനസ്സിൽ സമൃദ്ധിയും സന്തോഷവും ബർക്കത്തും ഒക്കെ ഉണ്ടാവും, ഈ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ. ആ കണക്ഷൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, ആ കണക്ഷൻ, ആത്മീയമായ കണക്ഷൻ ബ്ലോക്ക് ആയാൽ, ആ വയർ ബ്ലോക്ക് ആയാൽ പല കാരണങ്ങൾ കൊണ്ടാവും. ഇപ്പൊ ഇവിടെ ആ ബൾബ് പീസായാൽ മതി, പീസായി കഴിഞ്ഞാൽ കറണ്ട് വരില്ല. ഫാന് വർക്ക് ചെയ്യും, പക്ഷെ ബൾബൊക്കെ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ആ വയറിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ എന്തോ ഒരു ലൂസ് കണക്ഷൻ വന്നു, ആ കണക്ഷൻ വിട്ടുപോയി. കറണ്ടൊക്കെ ഉണ്ട്, പക്ഷെ ആ വയറിങ്ങിന് പ്രശ്നമാണ്. കറണ്ട് നിൽക്കൂല, കറണ്ട് ഓഫായി പോകുന്ന പരിപാടിയില്ല. അപ്പൊ അങ്ങോട്ടുള്ള കറണ്ട് പാസിംഗിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ എന്താവും? അയാളിൽ ആത്മീയമായ സംഗതികൾക്കുള്ള സാധ്യതകൾ കുറയും, അഥവാ നിഅമത്തുകളും ബർക്കത്തുകളും കുറയും. ഒരുപാട് ബ്ലോക്ക് സംഗതികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു നിലക്കും അയാൾക്ക് പുരോഗതിപ്പെടാൻ കഴിയില്ല. അതിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതും ഈ നേരത്തെ പറഞ്ഞ വിഷയവുമായി കണക്റ്റഡ് ആണ്. ഒന്ന്, ഈ കറണ്ട് ബ്ലോക്ക് ആവാനുള്ള കാരണം ഒന്ന് ആധിയുള്ള ചിന്തയാണ്. ആധിയുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്ക, എപ്പോഴും എനിക്ക് എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ചിന്ത. ഭാവിയെ കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ അടിക്കുക. പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാവിയെ കുറിച്ച് നല്ല ചിന്തിക്കണം, എന്നാൽ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കരുത്. മക്കളുണ്ട്, മക്കളെ കെട്ടിക്കാൻ വേണ്ടി ചിന്തിക്കണം, പ്ലാൻ ചെയ്യണം. അതിന് ദീനിൽ വിരോധമില്ല. എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ കല്യാണം കഴിക്കും, എനിക്ക് 5 മക്കളാണ്, അവർക്ക് പ്ലാൻ ചെയ്യാം. പ്ലാനിങ്ങിന് വേണ്ടി ഒരാൾക്ക് ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നത് ഗുണകരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഹിജ്റ പോകുന്ന സമയത്ത് നാളുകളുടെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ പ്ലാൻ ചെയ്തിരുന്നു. ഹിജ്റയിൽ നടന്നുപോയ വഴികളെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വേലക്കാരിയെ ഏൽപ്പിച്ചിരുന്നു, ശത്രുക്കൾ പിന്തുടരാതിരിക്കാൻ. ഇവിടെ അത്രയും വെൽ പ്ലാനിങ് ആണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യില്ലല്ലോ, നമ്മൾ ബേജാറാവാണ് ചെയ്യുക. എന്താ കാട്ട ടെൻഷൻ അടിക്കുക ഭാവിയെ കുറിച്ച്. അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്ത അല്ല ഉള്ളത്. പിന്നെന്താ? ടെൻഷൻ അടിക്കുക. ഈ ചിന്ത ഉള്ള ഒരാൾക്ക് എന്താവില്ല, അയാൾ ഈ സ്പിരിച്വൽ കണക്ഷൻ വർക്കാവില്ല. കാരണം ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒക്കെ, ഇതിങ്ങനെ അടങ്ങിക്കൂല. നമുക്ക് ചാനൽ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം. പണ്ടൊക്കെ ഈ ദൂരദർശനൊക്കെ വാർത്തയും ചാനലുകളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് കേബിൾ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടേയിരിക്കും. അത് പക്ക അതിന്റെ ആ ഫ്രീക്വൻസി കറക്റ്റ് ആവണം. അതോ ഈ ഡിസ്ട്രാക്റ്റഡ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വല്ലാത്ത ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ ഈ കണക്ഷൻ ബ്ലോക്ക് ആയി കിടക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഭാവിയെ കുറിച്ചുള്ള ആശങ്ക, ടെൻഷൻ ഓവറായ ആളുകളിൽ ഇത് വർക്കാവില്ല. രണ്ടാമത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും വെറുപ്പും വിദ്വേഷവും മനസ്സ് കലുഷിതമായി നിൽക്കുകയാണ്. ഭാവിനെ കുറിച്ചുള്ള ടെൻഷൻ അല്ല, ആളുകളോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം, ദേഷ്യം, ഇതും ഇതിങ്ങനെ ആളിക്കത്തുന്ന സാധനമാണ്. നമ്മുടെ ഉള്ളിൽ കത്തലുണ്ടാക്കുന്ന സാധനമാണ്.
ഇവിടൊക്കെ കൂടെ എപ്പോഴും നമുക്കൊരാൾ വിദ്വേഷം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓവറായിട്ട് എൻസൈമുകൾ, ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നാഭി ഈ ഭാഗങ്ങളിൽ കൂടുതൽ അത് ഡാമേജ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ആദ്യമുള്ള ചിന്ത ഉണ്ടാകുന്ന സമയത്ത് ഇയാളിലും സ്പിരിച്വൽ കണക്ഷൻ കട്ടാവും, ബ്ലോക്ക് ആയി കൊടുക്കും. ആ ബ്ലോക്ക് ഒഴിവാക്കണം. ഈ 2 ബ്ലോക്കുകൾ ഒഴിവായാൽ മാത്രമേ ഒരാൾക്ക് നിഅമത്തുകളും ബർക്കത്തുകളും സദയം അനസ്യൂതമായ ആളിലേക്ക് കടന്നു വരികയുള്ളൂ, നിരന്തരമായിട്ട് കടന്നു വരികയുള്ളൂ. നമ്മൾ ഉള്ളിൽ ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. ഒരു വീട്ടിലൊരു സ്ത്രീ എപ്പോഴും ഇങ്ങനെ പറയും ഭർത്താവിനോട്, ആ വീട്ടിലെ അലക്കിയിട്ട ഡ്രസ്സ് എന്തില്ല, ഒരു വൃത്തി എന്ന് പറഞ്ഞത് അവർക്കില്ല. ഇങ്ങനെയാണോ ഡ്രസ്സ് അലക്കൽ? ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഭർത്താവ് ഒന്നും മുണ്ടില്ല, 1-2 പ്രാവശ്യം തന്നെ പറയണം. അങ്ങനെ പിറ്റത്തെ ദിവസം ഈ സ്ത്രീ പറയണം, ഇന്ന് കുഴപ്പമില്ല, അവർ നല്ല വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അലക്കിയിട്ടുണ്ട്. ഞാൻ അവരോടൊന്ന് പോയി പറയട്ടെ, എന്താ ചെയ്തതെന്ന് ഒന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ ഭർത്താവ് പറഞ്ഞ ഒന്നും പറയാൻ നിൽക്കണ്ട, അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഓരോ ഡ്രസ്സൊക്കെ ഓക്കെ ആയിരുന്നു. ഞാൻ നമ്മുടെ ജനലൊന്ന് തുടച്ചതാണ്. ഇത്രയും കാലം ജനലിൽ ഭയങ്കര ചളി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അവിടുത്തെ ഡ്രസ്സ് എന്തായതാണ്, ചളിയായി കിടക്കുകയാണ് വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയൊക്കെ പ്രശ്നം. നമ്മുടെ വിചാരം മറ്റുള്ളവരുടെ പ്രശ്നം എന്നുള്ളതാണ്. അല്ല, നമ്മുടെ മനസ്സ് ക്ലീൻ ആവാത്തതാ പ്രശ്നം. നമ്മുടെ മനസ്സിന്റെ ഈ ഒരു സ്ക്രീൻ, കാർ ഓടിക്കുന്ന, വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം, ആ സ്ക്രീന് നമ്മുടെ വണ്ടിയുടെ മുന്നിലെ ഗ്ലാസ് അത് ക്ലിയർ അല്ലെങ്കിൽ വൈപ്പറോ ഇട്ടാലൊന്നും ചിലപ്പോൾ ക്ലിയർ ആവില്ല. ആകെ എന്താവും, ഈ തണുപ്പ് കാലത്തൊക്കെ അങ്ങനെ ആകെ പിന്നെ പൊടിയും അതും ഇതൊക്കെ പിടിച്ചിട്ട് കാണൂല. അപ്പൊ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടൂല, മങ്ങിച്ച കാണാം. ഇതുപോലെ മനസ്സ്, അതിന്റെ ആ ഗ്ലാസ് ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ നെഗറ്റീവായിട്ടാണ്. നമ്മൾ കാണുന്നത് മുഴുവനും പ്രശ്നങ്ങളേക്കാണ്. നമ്മുടെ കണ്ണിലൂടെ കാണുന്നത് മുഴുവനും പ്രോബ്ലംസേക്കാണ്. അങ്ങനത്തെ നമ്മൾ കാണുള്ളൂ, അങ്ങനത്തെ നമ്മൾ തേടി പിടിക്കുള്ളൂ. അപ്പൊ ക്ലീൻ ആക്കേണ്ടത് നമ്മളുടെ ഉള്ളാണ്. ഇത് ക്ലീൻ ആക്കിയാൽ മാത്രമേ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഗതി ക്ലിയർ ആവുള്ളൂ. ഒരാൾക്ക് ഇത് ക്ലീൻ ആണെങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിക്കാം. അയാളുടെ ജീവിത സാഹചര്യം എത്ര മോശമാണെങ്കിലും അയാൾ ഉയർന്നു കയറും. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര മോശമാവട്ടെ, ഈ സാധനം ക്ലിയർ ആണെങ്കിൽ അയാളിലേക്കുള്ള കണക്ഷൻ, നേരത്തെ സൂചിപ്പിച്ച സ്പിരിച്വൽ കോഡ്, ആത്മീയ വയറ് ഒരാളിലേക്ക് ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് എങ്ങനെ ഏത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അയാൾ രക്ഷപ്പെടും. അല്ലാത്ത ആൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും അയാൾക്ക് ഒരു രക്ഷപ്പെടുണ്ടാവില്ല. ജോണോ ലാൻകാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജനിച്ച് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഒഴിവാക്കി. 50,000 ആളുകളിൽ ഒരാൾക്ക് വരുന്ന മുഖം വികൃതമാകുന്ന ഒരു അസുഖമുള്ള ഒരു കുട്ടിയാണ്. അപ്പോ എല്ലുകൾ ശരിക്കും കൂടാതെ ഇങ്ങനെ ഭയങ്കര സിരിപെട്ടി പോലെ ഇങ്ങനെ മുഖം വേറൊരു വികൃതമായ ഒരു കോലത്തിലാണ്. കുട്ടി ഈ മാതാപിതാക്കൾക്ക് ഇതിനെ കണ്ടപ്പോൾ ഒരു വെറുപ്പായി, ഒഴിവാക്കി, അനാഥ മന്ദിരം ഇവിടെ കൊണ്ടാക്കി. അങ്ങനെ കുട്ടി വളരുകയാണ്. ആ കുട്ടി വളർന്ന് കുറച്ച് അതിനെ വേറൊരു ദമ്പതികൾ അവരെ ദത്തെടുത്തു. ഈ കുട്ടിനെ ദത്തെടുത്ത് വളർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് സ്വന്തം അപ്പനെയും അമ്മനെയും കാണാൻ ഒരു ആഗ്രഹം. അപ്പൊ കത്തെഴുതുകയാണ്. ഒഴിവാക്കിയിട്ട് പോയതാണ്, എന്നാലും എൻ്റെ അമ്മയും ബാപ്പയാണല്ലോ എന്ന് കരുതി അച്ഛനമ്മക്ക് ഒരു കത്തെഴുതി, ഞാൻ സുഖമായി സന്തോഷത്തോടെ ഇരിക്കുകയാണ്, എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എവിടെയാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവര് തിരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കത്ത്, നിങ്ങളെ കാണാൻ അയാളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ നിരാശപ്പെടുത്തിക്കൊണ്ട് വേദനയുടെ ആഴമേറിയ ഒരു കത്ത് ഇവര് കിട്ടിയാണ്. ആലോചിച്ചോക്കി, ആദ്യമേ തന്നെ ഒഴിവാക്കിയ വാപ്പയും ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഒരു മനുഷ്യനില്ല. വീണ്ടും ആ വാപ്പമ്മനോട് കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിക്കുമ്പോൾ രണ്ടാമതും ഒഴിവാക്കുക. അതിന്റെ ആഴം ഒരു മനുഷ്യന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്തരം ഘട്ടങ്ങളിലൊക്കെ ജീവിതം ഒടുക്കുന്ന ഓരോ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മക്കും വാപ്പക്കും എന്നെ വേണ്ടാന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതോടുകൂടെ തീർന്നു. പക്ഷെ ഈ കുട്ടി തളർന്നില്ല. ഇവരൊരു ദിവസം അവന്റെ ഒരു വേദന നിറഞ്ഞ സംഗതി ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അവന്റെ കൂടെ കൂടി. പിന്നീട് പരിസരങ്ങളിലൊക്കെ അവന്റെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. സ്കൂളുകളിലേക്കൊക്കെ അവൻ പോയിട്ട് അവന്റെ ജീവിത കഥ പറയുമ്പോൾ എല്ലാവരും പഠിച്ചോ, ഞങ്ങൾക്ക് ഇതേമാതിരിയുള്ള ദുഃഖവും ദുരന്തമൊന്നും ഇല്ലല്ലോ എന്ന് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിക്കരഞ്ഞുപോയി. ഇന്ന് ഇയാൾക്ക് ജോണോക്ക് നിലത്ത് നിൽക്കാൻ ടൈമില്ല. ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറും ഓതറുമാണ്. ലോകം അറിയപ്പെടുന്ന വലിയ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമായി കൊണ്ട് മാറുകയാണ്. ഒരു മനുഷ്യന്റെ വര നേരാവുക എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ, അതാണ് ഏത് സ്പിരിച്വൽ വരയാണ്. ഓന്റെ വര ശരിയാണെന്ന് പറയില്ലേ.
ഇത് റെഡിയാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തിൽ, ഏത് വാപ്പാൻ്റെ ഉമ്മാൻ്റെ മോനായാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും, എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായാലും അയാൾ ഉയർന്നു വരും എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണിത്. അപ്പൊ നമ്മുടെ ചിന്തകൾ ക്ലിയർ ആക്കുക, മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വിശ്വാസം ക്ലിയർ ആക്കുക എന്നല്ല. പുതിയ കാലത്ത് നമ്മുടെ ചിന്തകൾ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ചെറിയ കുട്ടികൾക്ക് ഈ റീൽസ് സംഗതികൾ ധാരാളം സമയം കാണുമ്പോൾ അവരുടെ ബുദ്ധിയെ, അവരുടെ ചിന്തകളെയൊക്കെ ഇത് സാരമായി ബാധിക്കുമെന്ന് ജർമ്മൻ ബേസ് ചെയ്തിട്ടുള്ള, USA ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റീൽസ് കൊടുക്കുമ്പോൾ അവരുടെ മെമ്മറി പവർ നഷ്ടമാവും. കാരണം റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് ഒരു വിഷയത്തിലേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിക്കാരം. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല, ചാട്യം മറിഞ്ഞ് മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പരാക്രമമായിരിക്കും. അത് ഈ സ്വഭാവം നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കും. 3-ാമത്തെ വയസ്സ് മുതൽ മാതാപിതാക്കൾക്ക് അറിവില്ലാത്തതുകൊണ്ട് കുട്ടിന്റെ കയ്യിൽ റീൽസ് കൊടുക്കും. ഒരു വീഡിയോ അരമണിക്കൂറുള്ള ഒരു കാർട്ടൂൺ കാണുന്നത് അത്ര പ്രശ്നമില്ല. ഒരു ലോങ് ഉള്ള ഒരു ഗെയിമോ അല്ലെങ്കിൽ അതൊക്കെ ഇടക്ക് കൊടുക്കും. പക്ഷേ ഈ റീൽസിന്റെ പ്രശ്നം, കുട്ടികൾക്ക് ആ ബ്രെയിൻ ഉദിച്ചു വരുന്ന സമയത്ത് ഒരു വിഷയത്തിൽ കൺസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. അസ്വസ്ഥതകൾ വരും. ഇവര് ഹാപ്പിനെസ് എന്ന സാധനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പുതിയത് തേടി പിടിക്കണം. ഇങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നമുള്ള സാധനമാണ് പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു വിഷയം. അത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കിട്ടുന്ന വേണ്ടി വരും. ജനിച്ച കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാൻ കഴിയുന്ന, മാതാപിതാക്കൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപദേശം, വിരുന്നൊക്കെ പോകുമ്പോൾ, കുട്ടിനെ കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്യാം, സാധനം കൊടുക്കണ കുട്ടിക്ക് നല്ലൊരു എഴുത്ത് കൊടുക്കുക. എന്ത് വലിയൊരു സമ്മാനം, എന്താ എഴുത്ത്, ദയവേത് കുട്ടികൾക്ക് റീൽസ് കാണിക്കരുത്. അങ്ങനെ അത്രയും വലിയ ഉപകാരം ഉണ്ട്. നമ്മളൊരു 10 ആപ്പിളും വാങ്ങുന്നതിനേക്കാളും ഗുണക്കാരെന്ത്, കുട്ടിനെ കാണാൻ പോകുന്ന മാതാപിതാക്കളോട് പറയാം, എപ്പം തന്നെ ശ്രദ്ധിച്ചോളി, റീൽസ് കണ്ടോ കുട്ടി കേടരും. ഇതാണ് വിഷയം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി കണക്റ്റഡ് ആണ്. ആധിയുള്ള ചിന്തകൾ, ടെൻഷനുകൾ, ഇത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും, ഭൗതിക ജീവിതത്തെ അസ്വസ്ഥമാക്കും, അതോടൊപ്പം ആത്മീയമായ നമ്മുടെ കണക്ഷനെയും അത് ബാധിക്കും. അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് സ്പിരിച്വലി, ആത്മീയമായി വളരാൻ സാധിക്കുകയില്ല. എല്ലാത്ത ആളുകൾക്കൊക്കെ ഉയരാൻ കഴിയും. ഈ 2 കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ടെൻഷനുള്ള ചിന്തകൾ കുറക്കുക, ഇത് അസുഖം ഉണ്ടാക്കും, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. 2ാമത്തെ, മനസ്സിൽ നിന്ന് വെറുപ്പും വിദ്വേഷങ്ങളും കളയുക, നമ്മുടെ ഉള്ളിൽ ക്ലീൻ ആക്കുക. എന്നാൽ തീർച്ചയായിട്ടും ഉയർന്നു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിലുള്ള എല്ലാ സ്പിരിച്വൽ, ആത്മീയമായ ബ്ലോക്കുകൾ അല്ലാഹു നിർമ്മാർജ്ജനം ചെയ്ത് ഒഴിവാക്കുമാറാവട്ടെ. മനസ്സ് ശുദ്ധമായി ആ ഒരു ആത്മീയമായ കണക്ഷനിലൂടെ നിഅമത്തും ബറക്കത്തും നേടുവാനും അതുവഴി മുന്നോട്ട് പോകാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇടയ്ക്ക് ജുമുഅക്കൊക്കെ വരാറുള്ള ഭാവസ്ഥ എന്ന് പറയുന്ന മദ്രസയിലെ കുട്ടികൾക്ക് പാട്ടൊക്കെ എഴുതുന്ന കാലം ചെയ്യാത്തൊരു ഉസ്താദുണ്ട്. അദ്ദേഹം സ്ട്രോക്ക് ബാധിച്ചിട്ട് കിടപ്പിലാണ്. അപ്പോൾ നിങ്ങളോട് ചെറിയൊരു സഹായം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരെ സഹായിക്കാൻ തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ചെറിയൊരു സഹായം അവരുടെ ഒരു ചികിത്സയിലേക്ക് നൽകണം ഇൻഷാ അല്ലാഹ്. അവിടെ ബക്കറ്റ് പിരിവ് ജുമാക്ക് ശേഷം ഉണ്ടാവും. എല്ലാവരും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ യാ മുജീബിയ കരീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام الركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، فمن تكلم فقد لغى، ومن لغى فلا جمعة له. فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين. فاستغفروه إنه هو الغفور الرحيم. السلام عليكم. الله أكبر الله أكبر الله
لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أحل لنا البيع والشراء أحمده حمد الشاكرين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه البررة الكرام أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله المنان عباد الله إن ديننا الحنيف قد أحل لنا الطيبات وحرم علينا الخبائث عباد الله إن عاقبة الغش عظيمة وما له خسارة فاحذروا يا عباد الله من أن تغشوا غيركم واحرصوا على الصدق في بيع سلعكم وبينوا للناس وصفها ولا تخفوها عيوبها اللهم بارك لنا في أرزاقنا وأموالنا ووفقنا للالتزام بشريعتك في بيعنا وشرائنا ووفقنا لطاعتك وطاعة سيدنا محمد صلى الله عليه وسلم كلام رب العالمين بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم واستغفر الله العظيم لي ولكم واستغفرني معكم وجميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحمد لله الذي من علينا بصحة الأبدان وأشهد أن لا إله إلا الله وحده لا شريك له
وأشهد أن سيدنا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أيها الحضار الفضلاء، اهتموا بالحفاظ على صحة أبدانكم ونظفوا وجوهكم وأيديكم حفاظا على صحتكم، لأن الصحة والعافية من النعم التي من الله علينا وأوجب الحفاظ عليها. وصلوا على حبيبه المصطفى كما أعلن الله في كتابه المبين: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد خاتم النبيين سيد المرسلين. اللهم ارض عن ساداتنا الخلفاء الراشدين خليفة رسول الله أبي بكر الصديق، وعن أمير المؤمنين عمر بن الخطاب، وعن سيد الأخطار عثمان بن عفان، وعن حجة الله علي بن أبي طالب، وعن أمي رسول الله حمزة والعباس، وعن سائر الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم انصرنا على أعدائك وعلى أعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، وذكر الله أكبر والله يعلم ما تصنعون.